ക്രൗൺ ഓഫ് ഹോപ്പിന്റെ 101ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാത വന്ദനങ്ങൾ. ഇന്ന് തിങ്കളാഴ്ച. ഇന്നലെ ലോകമെമ്പാടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുകയും ഓർക്കുകയും അതിൽ ജീവിക്കുവാൻ ആരംഭിച്ച ഒരു ദിവസമായിരിക്കുന്നതിനെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എത്ര പവർഫുൾ ആയിരുന്നു. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമായി പോയേനെ. ലോകത്തിലെ പല മത സംവിധാനങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോഴും ദ സോ കോൾഡ് ഗോഡ്സ് എന്ന നമ്മുടെ ഭാവനയിലുള്ള ദൈവങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വ്യത്യസ്തത, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു, മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവ് എങ്ങനെയാ? നമ്മളാരും കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടില്ല. ഇന്നും യേശുവിന്റെ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും പറയുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്തു തരുമ്പോൾ ഓർക്കണം, കർത്താവ് ഇന്നും നമ്മുടെ മധ്യത്തിൽ ജീവിച്ചിരിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് വരാനുണ്ടായ പ്രധാനപ്പെട്ട റീസൺ, എൻ്റെ ഡാഡി ഒരു മരണക്കിടക്കയിലായിരുന്നു. 1989 ജൂലൈ 27 മരിക്കും എന്ന് ഓർത്തിരുന്ന ആ സമയത്ത് അങ്കിൾ DGS ദിനകരന്റെ ജീസസ് കോൾസ് മിനിസ്ട്രിയിൽ ഒരു പ്രെയർ വാരിയർ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ നിങ്ങളിപ്പോൾ സൗഖ്യം പ്രാപിക്കുക, മരണം മാറി ജീവൻ വരുന്നു എന്ന് പറഞ്ഞു. അതേ നിമിഷം മരണക്കിടക്കയിലായിരുന്ന എൻ്റെ ഡാഡി കർത്താവ് സൗഖ്യമാക്കുന്ന ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതുകൊണ്ടാ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഹോപ്പ് ഇൻ ജീസസ് എന്ന ഈ ശുശ്രൂഷയിലൂടെ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചത്. മരണം മാറി ജീവൻ വ്യാപരിക്കുന്നത് ഞങ്ങൾ കണ്ടതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചത് കർത്താവിന് വേണ്ടി മാത്രമല്ല, തൻ്റെ മണവാട്ടി സഭയ്ക്കും വേണ്ടിയിട്ടാണ്. മണവാട്ടി സഭയിൽ വ്യാപരിക്കുന്നത് മരണത്തിന്റെ മണമല്ല, പകരം ജീവന്റെ സൗരഭ്യ വാസനയാണ്. നിങ്ങൾ മണവാട്ടി സഭയുടെ ഭാഗം ആകുന്നുവെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മരണവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം മാറിപ്പോയി ജീവന്റെ സൗരഭ്യ വാസന നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ ചോദിക്കും, പാസ്റ്ററേ, അപ്പോൾ നമ്മളാരും ഈ ലോകത്തിൽ മരിക്കത്തില്ലയോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് താമസിക്കുവാണെങ്കിൽ ലോകം മരിച്ചു എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാം. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിൽ മരിക്കുന്നവരെന്നല്ല, ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നു. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമ്മൾ എല്ലാവരും ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കും, നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, നമ്മൾ ഗ്ലോറിഫൈഡ് ബോഡിയായി, ഗ്ലോറിയസ് ചർച്ചായി, ഗ്ലോറിയസ് ബ്രൈഡായി കർത്താവിന് പ്രസന്റ് ചെയ്യുന്ന ദിവസം വേഗതയിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് വിശ്വസിക്കുക, അനുഗ്രഹിക്കപ്പെടുക. പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ഇന്നും ജീവിക്കുക. മരണമല്ല, ജീവനത്രേ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. ജീവനിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ലൊരു സീസൺ പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങൾ ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.